തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം കേരള പരിധി വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും സംഭവ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹം ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നാണ് പ്രധാനമായി ഉയർന്നു വന്ന ആരോപണം. അങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് അത്തരം കാര്യം ചെയ്യാം. എന്നാൽ ഈ ഒരു സംഭവത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ AA റഹീം MP. സംഭവങ്ങളെല്ലാം KSRTCയിലെ കണ്ടക്ടർ തന്നെ വിളിച്ച് വിശദീകരിച്ചു എന്നാണ് റഹീം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ബസ്സിനകത്ത് സച്ചിൻ ദേവ് MLA കയറിയെന്നും എന്നാൽ യാത്രക്കാരെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ബസ്സിനകത്ത് കയറിയ അദ്ദേഹം തനിക്കൊരു ടിക്കറ്റ് തരൂ, ഞാനും ഈ ബസ്സിലോട്ട് യാത്ര ചെയ്ത് ഈ ബസ്സിനെ തമ്പാനൂർ ഡിപ്പോയിൽ എത്തിക്കാം എന്ന് ആണ് പറഞ്ഞതെന്നാണ് റഹീമിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെയുള്ള വിശദീകരണം. എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൊടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്നും റഹീം പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു വാക്യം അദ്ദേഹം പറഞ്ഞത്. സച്ചിൻ ദേവ് MLA ശ്രമിച്ചത് ടിക്കറ്റ് എടുത്ത് KSRTC ഡിപ്പോയിലേക്ക് പോകാനാണെന്നും റഹീം പറഞ്ഞു. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും നടക്കുന്നത് അങ്ങേയറ്റത്തെ സൈബർ ബുള്ളിയിങ്ങാണ്. അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ ഈ പടിയെല്ലാം നിർത്തിപ്പോകുമെന്ന് ആരും കരുതേണ്ട. അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലതെന്നും റഹീം പറഞ്ഞു. ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനെയൊരു ടീം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആളുകളുണ്ട്. അവർ നട്ടുനനച്ച് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം. സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറിവിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം. അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം. എന്തും ചെയ്യും. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. യൂത്ത് കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലതെന്നും റഹീം പറഞ്ഞു. എന്താണ് എല്ലാവരും ഉന്നയിക്കുന്ന കാര്യം? പ്രതിരോധത്തിലായപ്പോൾ ആംഗ്യഭാഷ കാണിച്ചു, അശ്ലീല ഭാഷ കാണിച്ചു എന്നൊക്കെയാണ്. വ്യാജ പ്രതിരോധം തീർക്കുന്നു കള്ളി മേയർ. ഈ സംഭവത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ടയാളാണ് ഞാൻ. ആര്യയോട് സംസാരിച്ചയാളാണ് ഞാൻ. അവൾക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യഭാഷയെക്കുറിച്ച് ആദ്യം തന്നെ എന്നോട് പറയുന്നുണ്ട്. പ്രക്ഷേപണം ചെയ്ത വീഡിയോയിൽ തന്നെ അവർ ഏത് ആംഗ്യം കാണിച്ചതെന്ന് പറയുന്നില്ലേ? ടെലിഫോൺ സംഭാഷണത്തിൽ ചോദിക്കുന്നില്ലേ, ഇയാൾ ഏത് ആംഗ്യമാണ് കാണിച്ചതെന്ന്? റഹീം പറയുന്നു. ഇവിടെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പച്ചക്കള്ളം ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിലെ എല്ലാവരെയും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്കും കൂടി ഒരു ടിക്കറ്റ് താ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോകട്ടെ എന്നാണ് ആവശ്യപ്പെട്ടത്. വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ബസ്സിൻ്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്ന് ആരെയെങ്കിലും ഇറക്കി വിടുമോ? റഹീം ചോദിച്ചു. മേയറെ ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണത്. അച്ചു ഉമ്മനെതിരെ സൈബർ ആക്രമണം നടന്നപ്പോൾ തള്ളിപ്പറയാൻ ധീരത കാണിച്ചവരാണ് ഞങ്ങളൊക്കെ. ജനാധിപത്യപരമായി നിയമപരമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കല്ലെറിയുന്ന ഞങ്ങളുടെ പ്രിയ സഖാക്കൾ അവർ മാത്രം ഒറ്റയ്ക്ക് പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ലെന്നും റഹീം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.